കണ്ണൂരിലെ MDMA-യുമായി CPM ലോക്കൽ കമ്മിറ്റി അംഗം പിടിയിൽ. വളപട്ടണം ലോക്കൽ കമ്മിറ്റി അംഗം VK ഷമീറും സുഹൃത്തുമാണ് പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി കൂട്ടുപുഴയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് 18 ഗ്രാം MDMA-യുമായി ഇവരെ കസ്റ്റഡിയെടുത്തത്. ബംഗളൂരുവിൽ നിന്നും കാറിൽ കടത്തുകയായിരുന്നു MDMA. സംഭവത്തെ തുടർന്ന് ഷമീറിനെ CPM അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി സുമേഷ് മൊറാഴ് ചേർന്നു കണ്ണൂരിൽ നിന്ന്. സുമേഷ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, ഈ അടുത്തിടെ പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചൊക്കെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോഴാണ് ഒരു CPM നേതാവ് തന്നെ, CPM പ്രാദേശിക നേതാവ് തന്നെ ലഹരി കേസിൽ പിടിയിലാകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മറ്റൊരു നേതാവ്, ഒരു CPM പ്രാദേശിക നേതാവ് പിടിയിലായതാണ്. തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ മറ്റൊരു കേസിൽ പാർട്ടിയെ സംബന്ധിച്ച് പ്രതിരോധത്തിലായ വിഷയമുണ്ടായതാണ്. ഇവിടെ ഈ പിടിയിലായ ലോക്കൽ കമ്മിറ്റി അംഗം ഷമീർ പതിവായി ലഹരി എത്തിച്ചിരുന്ന വ്യക്തിയാണോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? സുമേഷ്, എന്താണ് പോലീസ് നൽകുന്ന വിവരം? ടോം, കഴിഞ്ഞ കുറെ നാളുകളായി ഇയാൾ വളപട്ടണം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെയായിരുന്നു ഇന്നലെ വാഹന പരിശോധനയ്ക്കിടെ കൂട്ടുപുഴ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഇദ്ദേഹത്തിൽ നിന്നും 18 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. പോലീസ് പറയുന്നത് ഇദ്ദേഹം കുറെ നാളുകളായി കാർ എടുത്തുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക്, അതായത് ബാംഗ്ലൂർ ഉൾപ്പെടെ മംഗലാപുരം ഉൾപ്പെടെ സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഇതിനു വേണ്ടി യാത്ര ചെയ്യാറുണ്ട് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുറച്ച് നാളുകളായി ഇദ്ദേഹം പോലീസ് നിരീക്ഷണത്തിലായിരിക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ഇദ്ദേഹം CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഇദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഈ രണ്ടു പേരാണ്, ഈ ഷമീറും ഒരു സുഹൃത്തുമാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ ഇവിടെ ഈ ലഹരി എത്തിച്ചതെന്ന് പറയുന്നുണ്ട്. ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നോ വിൽപ്പനയ്ക്ക് വേണ്ടിയായിരുന്നു എത്തിച്ചത്? പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് വിൽപ്പനക്കാണെന്നുള്ള വിവരമാണ് അറിയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. ഇദ്ദേഹം ഉപയോഗക്കാരുണ്ട് എന്ന് മറ്റുള്ള സുഹൃത്തുക്കളും ഇപ്പോൾ പോലീസിന് വിവരം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇദ്ദേഹത്തെ ദുരൂഹ സാഹചര്യങ്ങൾ മിക്ക സ്ഥലങ്ങളിൽ കാണാറുണ്ട്. ഒഴിഞ്ഞ പറമ്പുകളിൽ, ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ആ സമയങ്ങളിലൊക്കെ പോലീസിന് നിരീക്ഷണത്തിലുണ്ടെങ്കിൽ പോലും അത്തരം സമയങ്ങളും ഇദ്ദേഹത്തെ ഈ രീതിയിൽ കസ്റ്റഡി എടുക്കുന്നതിനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തെളിവ് സഹിതം കസ്റ്റഡി എടുക്കുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. അങ്ങനെയായിരുന്നു ഇദ്ദേഹത്തെ കുറെ നാളുകളെ ഫോളോ ചെയ്യുകയും ഇത് ആരാണ് പരാതി കൊടുത്തതെന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ പറയുന്നില്ല. ഏതായാലും ഇദ്ദേഹത്തിന് ഒരു പരാതി ഓൾറെഡി പോലീസിൽ രേഖാമൂലമില്ലെങ്കിലും പോലീസിന്റെ ശ്രദ്ധയിൽ ഇദ്ദേഹം ഈ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ MDMA ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ള കാര്യം പോലീസിന് അറിയാമായിരുന്നു. അങ്ങനെയായിരുന്നു നിരീക്ഷണത്തിൽ ഇദ്ദേഹം പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലും, അതായത് തളിപ്പറമ്പ്, പയ്യന്നൂർ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തെ കുറിച്ച് കൃത്യമായി വിവരങ്ങൾ അറിഞ്ഞു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. മറ്റുള്ള സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമാണ്. സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് CPM ലോക്കൽ കമ്മിറ്റി അംഗം ലഹരിയുമായി MDMA-യുമായി പിടിയിലായത്. ഇയാൾ മുൻപ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി, വളപട്ടണം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്. എന്തായാലും ഏറെ ഗൗരവത്തോടെയാണ് പാർട്ടിയും ഈ വിഷയത്തെ